ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് ആദ്യത്തെ സബ്സ്ക്രൈബർ മുതൽ നമ്മളിപ്പം 5000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് സത്യം പറഞ്ഞ് ഞങ്ങൾ കടന്നു പോണേ. അത് എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. പിന്നെ എനിക്ക് കുറച്ച് ഒരു 3 ആഴ്ചയോട് അടുപ്പിച്ചായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് വേറെ കാരണമൊന്നുമില്ല. ഞാൻ മുന്നേ ആദ്യം ഇവിടെ വന്നത് ടെല്ലവീവിലായിരുന്നു എനിക്ക് ജോലി. അവിടെ ഒരു അമ്മമ്മ നോക്കുന്ന ജോലിയായിരുന്നു. സാധാരണ നമുക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ മാസം 19-ാം തീയതി ആയപ്പോഴത്തേക്കും ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വേറൊരു ജോബുണ്ട്, തനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോകാം. അങ്ങനെ പിന്നെ ഏജൻസിയിൽ വണ്ടി വന്നു. അവിടെ നിന്ന് ബാക്കി അമ്മാമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം ഈ ഭയങ്കര വിഷമമായിരുന്നു പുള്ളിക്കാരെ വിട്ടിട്ട് വരാനൊക്കെ ആയിട്ട് കേട്ടോ. കാരണം ഒന്നുമല്ല, ഞാൻ ഇസ്രായേലിൽ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എനിക്ക് നോക്കാൻ കിട്ടിയ അമ്മച്ചിയായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അമ്മച്ചീനെ വിട്ടെടുക്കൊണ്ട് വരുന്ന കാര്യം. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു 2 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇതൊരു കപ്പിൾ ഫാമിലിയാണ്. അപ്പാപ്പനുണ്ട്, അമ്മമ്മയുണ്ട്. അപ്പാപ്പനെയാണ് നോക്കേണ്ടത്. അപ്പാപ്പനെന്ന് പറഞ്ഞാൽ വീൽ ചെയർ പേഷ്യൻ്റാണ്. പുള്ളിക്കാരന് നമ്മുടെയൊക്കെ സപ്പോർട്ട്, അതായത് ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ 19-ാം തീയതി തന്നെ ഞാൻ വീണ്ടും അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പിന്നെ നമ്മളൊരു പുതിയ ഫാമിലി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതായിരുന്നു കാരണം. അങ്ങനെ എന്താ പറയുക, വളരെ സന്തോഷകരമായിട്ട് എൻ്റെ ഇസ്രായേൽ ജീവിതം ഒരു മാസം ഞാൻ പൂർത്തീകരിച്ചു. 2-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ വഴി നടത്തിയ ദൈവത്തിന് 1000 നന്ദി പറയുന്നു ഈ നിമിഷം. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു ജോലിയായിട്ടാണ് കരുതുന്നതെങ്കിൽ ഇസ്രായേലിൽ വരുന്നവരും ഇപ്പം വർക്ക് ചെയ്യുന്നവരും ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് കൂടി പറയുകയാണ്, ഒരു ജോലിയാണ് എന്ന് നമ്മൾ കരുതി ചെയ്താൽ നമുക്ക് അത് ഒരു കടമ തീർക്കൽ മാത്രമാവും. പക്ഷെ അതിനപ്പുറം ഒരപ്പനാണ്, നമ്മുടെ അമ്മയാണ് എന്ന് കരുതി നമ്മൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ആ കുടുംബത്തിലെ, ആ ഫാമിലിയിലെ ഒരംഗമായി തീരും. ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഇവിടുത്തെ അമ്മാമ്മ പറഞ്ഞു, നീ എൻ്റെ മോളാണ്, ഞാൻ നിന്നെ എൻ്റെ മോളായിട്ടാണ് കാണുന്നത്. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു, നീ എൻ്റെ മോളാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവനും അമ്മമ്മയും എൻ്റെ സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ഏകദേശം 3 ആഴ്ചയോളമായി ഞാനിവിടെ ഇപ്പോൾ ജോലി തുടങ്ങിയിട്ട്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നെ നമ്മൾ ജോലി പഠിച്ച് വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതൊക്കെ നമുക്ക് ക്ഷമയെന്ന് പറയുന്ന 2 അക്ഷരം കൊണ്ട് മാത്രമേ ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാൻ സാധിക്കൂ എന്ന് എന്നെ ഇസ്രായേൽ ജീവിതം ശരിക്കും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ജോലിക്ക് വേണ്ടത് ജോലിയിലുള്ള പ്രാവീണ്യത്തെക്കാളേറെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, നമ്മളെ ഏൽപ്പിക്കുന്ന രോഗി, പേഷ്യൻ്റ്, നമ്മുടെ എംപ്ലോയർ, അതായത് തന്നെയായാലും ആ കുടുംബവുമായിട്ട് അവരുടെ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക. അല്ലാതെ നമ്മുടെ സാഹചര്യമായിട്ട് അവരെ പൊരുത്തപ്പെടുത്തി വരിക അതൊരിക്കലും നടക്കില്ല. കാരണം മക്കൾ നോക്കാത്ത, അല്ലെങ്കിൽ മക്കൾക്ക് പല കാരണങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തൊരിടത്തും കിട്ടാത്ത സാലറി തന്ന് നമ്മളെ ഇസ്രായേൽ ഗവൺമെൻറ് നേരിട്ട് നമ്മളെ അപ്പോയിൻ്റ് ചെയ്ത് നമ്മളിവിടെ വരുന്നത്. പിന്നെ പ്രൈവറ്റായിട്ടുള്ള പല ഏജൻസികൾ വഴി വരുന്നവരും ഉണ്ട്. പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഇപ്പം കുറേ പുതിയ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ തന്നെ ആയാലും ഇസ്രായേലിലേക്ക് വന്നവരും
വരാനിരിക്കുന്നവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരും ഞാൻ ഉൾപ്പെടെ പഠിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ജോലിയായിട്ട് ഒരിക്കലും ഈ ഒരു മേഖലയെ കാണരുത്. ഈ മാതാപിതാക്കൾക്ക് അത് അപ്പച്ചനായാലും അമ്മച്ചിയായാലും അവർക്ക് സ്നേഹത്തോടെ കരുണയോടെ അവരൊന്ന് തൊട്ട് തലോടിയാൽ മതി. സാരമില്ല, ശരിയാവും, മാറും, സാരമില്ല എന്ന് പറയുമ്പോൾ ഒരു പൊടി കുഞ്ഞിനെന്ന പോലെ അവരത് കേൾക്കും, അവരത് മനസ്സിലാക്കും. അതിന് ഭാഷയൊന്നും വലിയ മാനദണ്ഡമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ വികാരങ്ങൾ ഒരു വ്യക്തിയോട് നമുക്ക് തിരിച്ച് പറയാനായിട്ട് നമുക്ക് ഭാഷ വേണം വേണ്ട എന്നല്ല, പക്ഷെ അവർക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് പറയണതെന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതുപോലെ അവരെന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് പരസ്പരം ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. പിന്നീട് ഞാനിവിടെ വന്നപ്പം അത്യാവശ്യം ഹീബ്രു വാക്കുകളൊക്കെ പഠിച്ചു വരുന്നു. അമ്മാമ്മ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അമ്മാമ്മ സഹി കെട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഇംഗ്ലീഷിൽ ഇതിനെന്താ പറയുക എന്നാണ് പുള്ളിക്കാരി എന്നോട് ചോദിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, അമ്മാവിനെ ഞാൻ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനല്ലേ അവരുടെ ഭാഷ പഠിക്കേണ്ടേ, ഞാനല്ലേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടേ? ഞാനതൊരു അമ്മാമ്മയോട് അമ്മാമ്മ ഇതിനെന്താ ഹീബ്രുവിന് പറയാം, പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങൾ ഒരു സംയുക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത, ദൈവം എന്താ പറയുക തിരഞ്ഞെടുത്ത ജനത എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ വിശ്വാസങ്ങളിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഈ ജോലി തുടരാൻ സാധിക്കുന്നതിലും ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ എങ്കിലും അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ മേലധികാരികൾക്കൊക്കെ സാധിക്കട്ടെ. ഒരു പ്രശ്നവും കൂടാതെ സമാധാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഒരു ജീവൻ പോലും ഇനി ഈ മണ്ണിൽ പൊലിയാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ ഞങ്ങൾ അപ്പാപ്പിനെ കൊണ്ട് പല്ലാശുപത്രിയിൽ പോകുന്നുണ്ട്. അപ്പോഴും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ നാളെ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. താങ്ക്